ഇപ്പോൾ ചെറുതോണിയിൽ നിന്നും ചേരുന്നുണ്ട്. ഒപ്പം MS അനീഷ് കുമാർ വള്ളക്കടവിന് സമീപത്ത് ചേരും. മാത്രമല്ല ജി ശ്രീജിത്ത് ഇങ്ങ് താഴെ മൂവാറ്റുപുഴ ആറിന്റെ പരിസരത്ത് വെള്ളൂരിൽ നിന്ന് നമ്മോടൊപ്പം പങ്കുചേരും. നവമി ദിനേശ് ആലുവയിൽ നിന്നും ഈ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള എറണാകുളം ജില്ലയുടെ പ്രദേശമാണ് ആലുവ. അവിടെ നിന്ന് നവമി ദിനേശും ഈ സമയം ഈ പ്രത്യേക സ്പോട്ട് ലൈവിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഞാൻ പോകുന്നത് ഡാനി പൂളിലേക്കാണ്. ഡാനി, നമുക്കറിയാവുന്ന പോലെ ചെറുതോണി ആ പാലവും ചെറുതോണി ഇപ്പൊ ഡാനി നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടുപുറത്ത് ആ പ്രളയത്തിന്റെ സമയത്ത് ഉണ്ടായ വെള്ളത്തിന്റെ ഒഴുക്ക്, ഇടുക്കി ഡാം തുറന്നു വിട്ടപ്പോൾ ഉണ്ടായ ഒഴുക്കൊന്നും ഇപ്പോഴും മറക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ പങ്കുവെക്കുന്ന ആശങ്കയും വലുതാണ്. നമ്മളൊരിക്കലും ജനങ്ങളെ ഭീതിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമില്ല, ജനങ്ങൾ ഭീതിപ്പെടേണ്ട സാഹചര്യവുമില്ല. പക്ഷേ അവരുടെ ആശങ്ക നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. എന്താണ് അവിടുത്തെയുള്ള ജനങ്ങൾ എല്ലാവരും പറയുന്നത്? അവരുടെ പ്രധാനപ്പെട്ട ഭയം എന്താണ്? എൽദോ പറഞ്ഞതുപോലെ ഇതിൽ ആശങ്കപ്പെടുത്തുകയല്ല, പക്ഷേ സാഹചര്യങ്ങൾ പഴയ ആ ഒരു സാഹചര്യം 2018 നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിന് അതിനേക്കാൾ സങ്കീർണമായൊരു സാഹചര്യത്തിലേക്ക് എത്തരുത് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയുള്ള മുന്നറിയിപ്പുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ എൽദോ നേരത്തെ പറഞ്ഞ ഈ ചെറുതോണി പാലം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. 2018 ഇവിടേക്ക് ഡാം തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഇതിന് മുകൾ പരപ്പിലൂടെ ഒഴുകിയ വെള്ളം അതൊരു ആദ്യം അത് ആളുകൾ കണ്ടിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ അത് ഇടുക്കി ഡാം തുറക്കുന്നു, അതിൻ്റെ ഒരു കൗതുകം, അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നിന്ന് പിന്നീട് നിമിഷം ചെല്ലും തോറും അത് അതിസങ്കീർണമാകുന്ന രീതിയിലേക്ക് വന്നു. കാരണം അത് ഒഴുകി താഴേക്കെത്തുമ്പോൾ, ഇപ്പോൾ നവമി അടക്കം നിൽക്കുന്ന ആലുവ ഭാഗത്തേക്കെല്ലാം എത്തുമ്പോൾ അത് പിന്നീട് അത് അതിസങ്കീർണമായൊരു സാഹചര്യത്തിലേക്ക് അടക്കം എത്തുന്നു. അപ്പോൾ ഈ ഭാഗങ്ങൾ അന്നുണ്ടായിരുന്ന ഒരു ദൃശ്യങ്ങളെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിൻ്റെതായ ദൃശ്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കണ്ടിരുന്നു. ഇതിനുശേഷം ഇവിടെ മറ്റൊരു പാലം ഉയർന്നു. ഇതിന് തൊട്ടപ്പുറത്ത് ഈ പാലത്തിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിനെ എല്ലാം തന്നെ അതിജീവിക്കുകയും ചെയ്തു. കാരണം ആർച്ച് ഡാമിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പാലം അന്ന് പണി കഴിപ്പിച്ചിരുന്നത്. അത് ആ ഒരു ഒഴുക്കിനെ എല്ലാം തന്നെ അതിജീവിച്ചെങ്കിലും പിന്നീട് അപ്പുറത്ത് വലിയ രീതിയിൽ തന്നെ നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് വലിയ പാലം നിർമ്മിക്കുകയും അത് വലിയ ഉയരത്തിൽ തന്നെ ആ പാലം നിർമ്മിക്കുകയും എല്ലാം തന്നെ സാധിക്കുകയും ചെയ്തു. ഒപ്പം നമ്മൾ ഇന്ന് രാവിലെ ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ചവരെല്ലാവരും തന്നെ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം, ഇവിടേക്ക് എത്തുമ്പോൾ പോലും അവരുടെ ഓർമ്മകൾ ഒരു നിമിഷം കൊണ്ട് തന്നെ ഈ പാലത്തിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം തന്നെയും ഈ കരകളിലേക്ക് എത്തുമ്പോൾ ഇത് ഓരോ അടയാളങ്ങളാണ്. ഓരോ ഭാഗങ്ങളും എടുത്തുപോയത്, അന്നത്തെ ഒഴുക്കിൽ വലിയ രീതിയിൽ കുഴപ്പങ്ങൾ സംഭവിച്ചു, അതെല്ലാം തന്നെ ഓർത്തെടുക്കുകയായിരുന്നു നമുക്കൊപ്പം ഉണ്ടായിരുന്ന പൊതുപ്രവർത്തകർ. ഇപ്പോഴും നമുക്കൊപ്പം തന്നെ അവരെ പലരും നമ്മോടൊപ്പം തന്നെ ചേരുന്നുണ്ട്. ശ്രീ ഉസ്മാൻ പൊതുപ്രവർത്തകനാണ്. ഇവിടെ ആ ഒരു ദിവസങ്ങൾ 2018 കുറിച്ചായിരുന്നു പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുല്ലപ്പെരിയാറിൻ്റെ ഒരു ആശങ്കകൾ, അത് പഴയ സ്ഥിതിയേക്കാളും ഒരുപക്ഷെ അത് സങ്കീർണമാകാനുള്ള സാധ്യതകൾ പലപ്പോഴും അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഭയപ്പെടുത്തലല്ല, പക്ഷേ എങ്കിൽ കൂടിയും അതിൽ കരുതലോടെ പോകേണ്ട ഒരു സമയമാണിത്. അങ്ങനെ കരുതുന്നു. സങ്കീർണമാണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. കരുതലോടുകൂടിയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതാകെ തർക്കമുള്ളത് കേരളത്തിലെ ഗവൺമെൻറ് മാത്രമാണ്. ഈ ആളുകളെ ഭയങ്കരമായി ഭയപ്പെടുത്തുകയും ഏത് സമയവും ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടാമെന്നും ഇടുക്കി ഡാമും ചെറുതോണി ഡാമും അത്യന്തം അപകടാവസ്ഥയിലാകുമെന്നും ലക്ഷക്കണക്കിന് ആളുകൾ വെള്ളത്തിനടിയിലാകുമെന്നും കേരളത്തിൽ പറഞ്ഞ പൊതുപ്രവർത്തകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ജലവിഭവ റോഷി അഗസ്റ്റുമാണ്. ഇപ്പോൾ സമനില വിട്ടിട്ടാണോന്നറിയില്ല. ഇപ്പോൾ അവർ പറയുന്ന ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലെന്നാണ് ജനങ്ങളോട് പറയുന്നത്. പക്ഷെ ജനങ്ങളെ മണ്ടന്മാരാക്കുന്നതിന് തുല്യമാണ്. വയനാട് ദുരന്തം കൂടി കഴിഞ്ഞപ്പോൾ ജനം വലിയ ഭയപ്പാടിലാണ്. പ്രത്യേകിച്ച് ചെറുതോണി, ഇടുക്കി പരിസര പ്രദേശത്തുള്ള ആളുകൾ നേരിട്ട് ഇതിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരുന്നവരാണ്. വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ, ചപ്പാത്ത്, ഉപ്പുതറ വഴി നേരെ ഇടുക്കി ജലാശയത്തിലേക്ക് വെള്ളം വന്നാൽ അത് ഇടുക്കി ഡാമിനെയും ചെറുതോണി ഡാമിനെയും ഗുരുതരമായി ബാധിക്കില്ല എന്ന് ആർക്ക് പറയാൻ കഴിയും? അങ്ങനെയെങ്കിൽ 4 ദിവസം മുമ്പ് വയനാട്ടിൽ പറയാമായിരുന്നല്ലോ, നിങ്ങളെല്ലാവരും മാറിക്കോ, ഇവിടെ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ, ആർക്കും അത് ചൂണ്ടിക്കാണിക്കാനും കഴിഞ്ഞില്ലല്ലോ. അപ്പം ഇത് നമ്മുടെ പ്രവചനങ്ങൾക്കും അപ്പുറമാണ്. അപ്പം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാൻ ബാധ്യത ഭരണകൂടത്തിനുണ്ട്. ഭരണകൂടം ആ ഉത്തരവാദിത്വം നിറവേറ്റണം. കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റണം. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അതിൻ്റെ ഒരു ജലവിധാനത്തിൻ്റെ കണക്ക് എപ്പോഴും ഉയർന്നും കയറിയും എല്ലാം തന്നെ വരുമ്പോൾ
ഈ പ്രദേശവാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പൊതുപ്രവർത്തനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുമായെല്ലാം സംസാരിക്കുമ്പോൾ എത്തരത്തിലാണ് അവരവരൊരു ആശങ്ക പങ്കുവയ്ക്കുന്നത്? മിനിമം നമ്മുടെ ചെറുതോണി ഡാമിന്റെ അണക്കെട്ട് 2018 തുറന്നു വിട്ടപ്പോൾ ഉണ്ടായ അതിഭീകരമായ വെള്ളപ്പൊക്കം, നമ്മളിപ്പോൾ നിൽക്കുന്ന ചെറുതോണിപ്പാലം അടക്കം വലിയ അപകടകരമായ സാഹചര്യത്തിൽ ഞങ്ങളുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പരിചയക്കാരുമായ ഒട്ടനവധി ആളുകൾ ആ ഞടുക്കത്തിൽ മണ്ണിടിച്ചിലും കാര്യങ്ങളുമെല്ലാമായി മരണപ്പെട്ടു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചെറുതോണി പാലത്തിനോട് ചേർന്ന് നടക്കുന്ന ഗാന്ധിനഗർ കോളനിയും ഇവിടെ ഉണ്ടായ പ്രതിഫലനത്തിൻ്റെ ഫലമായി മണ്ണിടിഞ്ഞ് വീണ് 4 ജീവനുകൾ നഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ഈ പ്രദേശത്തെ ജനം സത്യത്തിൽ ഇവർ വല്ലാതെ ഭയപ്പെട്ടിരിക്കുക. ഞാനാണ് ഇടുക്കി ഡാമിൻ്റെ തൊട്ട് താഴെ താമസിക്കുന്നയാളാണ്. എങ്ങനെ ഭയപ്പെടാതിരിക്കും? ഇനി നിങ്ങൾ പേടിക്കേണ്ടെന്ന് മുഖ്യമന്ത്രിയല്ല, ഇനി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി പറഞ്ഞാലും നമുക്ക് ഭയപ്പെടാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെയാണ് ജീവിതം. ഇവരൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇവരെല്ലാം തിരുവനന്തപുരത്ത് അവിടെ ഇവിടെയൊക്കെ കിടക്കുക. അപ്പോൾ ഇവിടെ ജനങ്ങൾ, ഇവിടുത്തെ വ്യാപാരികൾ, കച്ചവടക്കാർ, സാധാരണ തൊഴിലാളികൾ, അവർ ഈ വെള്ളം കടന്നു വരുന്ന കാര്യം ഓർക്കുമ്പോൾ അവർ ഓരോ ദിവസവും എല്ലാ ദിവസവും പത്രം കൊടുത്ത് ടി വിയുടെ മുമ്പിൽ അവരിയ്ക്കുക, എന്താ സംഭവിക്കുന്നത്, വലിയ ആശങ്കയുണ്ട്. ആർക്ക് രക്ഷിക്കാൻ ഉള്ളത് ഇതിൽ പുതിയ ഡാം എന്ന രീതിയിൽ തന്നെ അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നാൽ മാത്രമേ ഇതൊന്ന് മാറുകയുള്ളൂ. അല്ലെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. വെള്ളം ആർക്ക് കൊടുക്കുന്നു എന്നതല്ല, സുരക്ഷ തന്നെയാണ്. 2008 പുതിയ ഡാം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ജലമന്ത്രി ചപ്പാത്തി നിരാഹാരം കിടന്ന, എന്നിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ, മുല്ലപ്പെരിയാർ ഡാമിൽ ഒന്നും സംഭവിക്കില്ല, അത് പൊട്ടത്തില്ല എന്നാണ് പറഞ്ഞത്. പുള്ളിക്ക് വലിയ പ്രവചനം കിട്ടിയോ? ഒന്നും കിട്ടി. വെള്ളം ആര് കൊണ്ടായാലും കുഴപ്പമില്ല, എന്തോരം വെള്ളം കൊണ്ടുപോകട്ടെ, പക്ഷേ ഡാം പുനർനിർമ്മിക്കണം. അതാണ് ഇവിടെയുള്ള ആൾക്കാരുടെ ആവശ്യം. ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്നാണ് ഏറ്റവും വലിയ ആവശ്യം. പരമായ അത്തരം വിമർശനങ്ങൾക്കപ്പുറം ഇതിൽ ക്രിയാത്മകമായ ഒരു ഇടപെടലുകൾ അത് ഏത് ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാകേണ്ടത്? അതിൽ ഒരു സർക്കാർ എന്നതിനപ്പുറം ഒരു പൊതു ഫോർമാറ്റിൽ നിന്ന് പോകേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് ഇതിന്റെ പുറകിലേക്ക് വരേണ്ടതെന്ന് തോന്നുന്നുണ്ടോ? ഗവൺമെന്റാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. ഇപ്പം ഞാൻ മുൻകൈ എടുത്തു എന്നുള്ളതുകൊണ്ടായില്ല, നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ മുൻകൈ എടുത്തുകൊണ്ടായില്ല. ഇതിനാരാണ് പൂച്ചയ്ക്കാര് മണികെട്ടും? സാമൂഹിക കൂട്ടുകെട്ടുണ്ടാക്കണം, ആര് താല്പര്യമെടുക്കണം? ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കണം, ആര് താല്പര്യമെടുക്കണം? ഏത് ജനകീയ കൂട്ടായ്മ ഉണ്ടായാലും ഗവൺമെൻറ് എടുക്കുന്ന മിഷണറിക്ക് അപ്പുറത്തേക്ക് പോകുന്നത് അപകടകരമാണ്. അവർ മുൻകൈ എടുക്കട്ടെ, സർവകക്ഷി യോഗം വിളിക്കട്ടെ, സർവകക്ഷി യോഗം വിളിച്ച് കൂട്ടായിട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കട്ടെ, തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടട്ടെ, രാജ്യാന്തര തലത്തിൽ ഈ കാര്യം ചർച്ചയിലേക്ക് കൊണ്ടുവരട്ടെ. അങ്ങനെയല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അത് ചെയ്യണമെന്നാണ് നമ്മുടെ അഭിപ്രായം. എൽദോ, പൊതുവിൽ ഭരണ സംവിധാനങ്ങൾ കുറെ കൂടി കാര്യക്ഷമമാകണം എന്ന് തന്നെയാണ് ഇവിടെ പൊതുപ്രവർത്തകരിൽ പലരും തന്നെ അതിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ ഉണ്ടാകണം. പ്രത്യേകിച്ച് വ്യവഹാരങ്ങളിൽ തമിഴ്നാട് മുൻകൈ നേടുന്ന, ഒരു അപ്രമാദിത്വം നേടുന്ന ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം എന്താണ് സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തമായൊരു നിരീക്ഷണം ഇക്കാര്യങ്ങളിൽ വേണമെന്നതാണ് പൊതുവിലും ആവശ്യമുയരുന്നത്. പുതിയ ഡാം മാത്രമാണ് ആശങ്കകൾക്ക് പരിഹാരമെന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. റൈറ്റ്, അതാണ് പ്രധാനപ്പെട്ട അവിടുത്തെ ജനങ്ങളുടെ ആശങ്കയാണ് അക്കാര്യത്തിൽ. ജനങ്ങൾ എന്താഗ്രഹിക്കുന്നു അത്തരത്തിൽ ഭരണകൂടം പ്രതികരിക്കണം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ചർച്ചയായി വരിക. ഡാനി, താങ്ക് യു ഫോർ ജോയിനിങ്. ഇനി ഞാൻ പോകുന്നത് നേരെ ഈ താഴ്പ്രദേശത്ത് ശ്രീജിത്തിലേക്കാണ് പോവുക. ശ്രീജിത്ത് അവിടെ കോട്ടയം ജില്ലയിൽ വെള്ളൂർ ഭാഗത്താണ്, അതായത് മൂവാറ്റുപുഴ ആറ് ഒഴുകുന്ന ഭാഗത്താണ്. നമുക്ക് ശ്രീജിത്തിലേക്കാണ് ഇനി എത്തേണ്ടത്. പക്ഷെ അതിനു മുമ്പ് ചെറിയൊരു ഇടവേള. आज जो महानुभाव राष्ट्र रक्षा के लिए और राष्ट्र निर्माण के लिए पूरी लगन से, पूरी प्रतिबद्धता के साथ देश की रक्षा भी कर रहे हैं, देश को नई ऊंचाई पर ले जाने का प्रयास भी कर रहे हैं। चाहे वो हमारा किसान हो, हमारा जवान हो, हमारे नौजवानों का हौसला हो, हमारी माताओं बहनों का योगदान हो, दलित हो, पीड़ित हो, शोषित हो, वंचित हो, अभावों के बीच भी മുല്ലപ്പെരിയാർ ആശങ്കയുടെ അണക്കെട്ടായി നിലനിൽക്കുന്നുണ്ടോ? അത് എങ്ങനെയാണ് നമ്മൾ മലയാളികൾ സാധാരണക്കാർ കാണുന്നത്? ഇടുക്കിയുടെ മാത്രം പ്രശ്നമാണോ മുല്ലപ്പെരിയാർ?
വിശദമായി നോക്കാം. നമ്മൾ ഇടുക്കിയിൽ നിന്ന് താഴോട്ട് കോട്ടയത്തേക്ക് എത്തുകയാണ്. കോട്ടയത്ത് വെള്ളൂരിൽ ജി ശ്രീജിത്ത് ഉണ്ട്. മൂവാറ്റുപുഴയാറിന്റെ തീരത്താണ് ശ്രീജിത്തുള്ളത്. ശ്രീജിത്ത്, ഈ അപകടം ദുരന്തം സംഭവിച്ചാൽ ഒരു പക്ഷേ വലിയ തോതിൽ ബാധിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് അതൊക്കെ മൂവാറ്റുപുഴയാറിന്റെ തീരങ്ങളിലുള്ളത്. അപ്പോൾ വെള്ളൂരിലെ ജനങ്ങൾ എന്താണ് പറയുന്നത് ശ്രീജിത്ത്? മുല്ലപ്പെരിയാർ വീണ്ടും വലിയൊരു ആശങ്കയായി ഉയർന്നു വരുമ്പോൾ കോട്ടയം, എറണാകുളം ജില്ലകളുടെയൊക്കെ ഇടയിൽ കൂടെ പോകുന്ന മൂവാറ്റുപുഴയാർ, അതിന്റെ തീരത്ത് താമസിക്കുന്ന മനുഷ്യർ എനിക്കൊപ്പമുണ്ട്. അവരുടെ മനസ്സിൽ എന്താണ് ഉള്ളത്, അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. മൂവാറ്റുപുഴയാറിന്റെ തീരത്താണുള്ളത്. എന്താ ഇവിടുത്തെ ഒരു സാഹചര്യം, നിങ്ങളുടെ മനസ്സിൽ എന്താണ്? ഇവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ അതിരൂക്ഷമായ വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ രണ്ടു വളവും ഒരു വളവും ഉള്ളതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിരൂക്ഷമായിട്ട് വരും. ഇവിടെ താഴ്ന്ന പ്രദേശം ഒത്തിരി ആൾക്കാരുണ്ട്. മുല്ലപ്പെരിയാറിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് കാണില്ല, അടുത്ത പഞ്ചായത്ത് കാണില്ല, അപ്പുറത്തെ പഞ്ചായത്ത് കാണില്ല. അത്രയ്ക്ക് ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥ. പെട്ടെന്ന് തന്നെ വെള്ളം കയറുന്ന ഒരു സ്ഥലം, താഴ്ന്ന പ്രദേശം കൂടിയാണ്. അതെ, പെട്ടെന്ന് വെള്ളം കയറും. പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലമാണ്. എന്താ ഏട്ടാ തോന്നുന്നത്? നിലവിലിപ്പോൾ ഈ വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കളമ്പൂർ മുതൽ താഴത്തേക്ക് മുറിഞ്ഞോട് ഭാഗത്തിലുള്ള വീടുകൾ കംപ്ലീറ്റ് വെള്ളത്തിന് അടിയിലാകും. പിന്നെ നിലവിൽ ഒരു ഫുട്പാത്ത് ഉള്ളത് അത് അടയ്ക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഫുട്പാത്ത് ഈ അടച്ചു പൂട്ടിയതോടുകൂടി ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും കൂടെ ഈ നിലവിൽ ഇതിൻ്റെ ഭീഷണിയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇത്രയാണ് പറയാനുള്ളത്. നിരവധി ആളുകൾ വെള്ളത്തിനടിയിലാകും. അതിന് ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ ഒരു പ്രത്യേകമായ ഭീതി വരാൻ ഒരു കാരണം ഈ പെട്ടെന്നുണ്ടാകുന്ന വലിയ മഴ, അതിതീവ്ര മഴയും അപ്രതീക്ഷിതമായി ഉണ്ടായ പല ദുരന്തങ്ങളും, വയനാട് ദുരന്തം പോലുള്ള കാര്യങ്ങളാണ്. എന്താണ് ഇതിൽ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നുന്നത് ഈ പ്രദേശവാസികൾ? ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ദുരന്തം തന്നെയാണ്. പക്ഷേ ഭീതിജനകമായ ഒരു സാഹചര്യത്തിന് പല കാരണങ്ങളുണ്ട്. ഒന്നിപ്പോൾ നമ്മുടെ ഹരിത ട്രൈബ്യൂണലിലടക്കമുള്ള നടപ്പിലാക്കുന്ന ഓരോ വിധികളുടെ അടിസ്ഥാനം കൊണ്ടിട്ട് ഇപ്പോൾ നമ്മുടെ പുഴകളിലെ മരൽ നിരോധനം അടക്കമുള്ള കാര്യങ്ങൾ, പുഴയിലെ വെള്ളത്തിൻ്റെ ലെവൽ പെട്ടെന്ന് തന്നെ ഉയരുന്നൊരു സാഹചര്യമാണ്. മണൽ അടിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് നിയന്ത്രിക്കും. ഇപ്പോൾ 2018 പ്രളയം കഴിഞ്ഞതിന് ശേഷം പുഴയുടെ ഒഴുക്ക് പൊതുവെ മാറിയിട്ടുണ്ട്. തീരം ഇടിയുന്നടക്കം വെള്ളം പെട്ടെന്ന് തന്നെ കയറി ഒരു വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന പ്രദേശമാണ് നമ്മുടെ. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്നൊരു മഴ ഉണ്ടാകുന്ന ആ മഴ തന്നെ അതിൽ തന്നെ ഒരുപാട് പെട്ടെന്ന് തന്നെ വെള്ളപ്പൊക്ക സാധ്യതകൾ ഇപ്പോൾ നിലനിൽക്കുന്നു. ഇപ്പോൾ നമ്മൾ ഉരുൾപൊട്ടലിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് വർഷങ്ങളായി നിലനിൽക്കുന്ന ജനങ്ങളുടെ ഒരു ആശങ്ക തന്നെയാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം, പുതിയ ഡാം എന്നുള്ളത് ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ്. ഇപ്പോൾ നമ്മൾ പാട്ടക്കരാറും മറ്റു കാര്യങ്ങളും അതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതിനകത്ത് ഒരു നമ്മുടെ നാട്ടിലെ ഓരോ ജനത്തിൻ്റെയും അവരുടെ ജീവിക്കുക എന്നുള്ളൊരു സാഹചര്യത്തിൽ കൂടി ചെയ്യുന്നതൊരു ഘടകമാണ്. ഇപ്പം എത്ര കാലമായി ഇത് ഒരു ഭയാശങ്കയോടുകൂടി നിൽക്കുന്നത്. എല്ലാ മഴക്കാലത്തും മുല്ലപ്പെരിയാർ ഒരു ചർച്ചയായി വരുന്നൊരു ഘട്ടമാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ മാത്രമല്ല അതിനൊരു പ്രശ്നമായിട്ട് വരുന്നത്. ഇപ്പോൾ എവിടെ ഏത് ഇതായാലും ഇപ്പം നമുക്ക് ഇടുക്കിയിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളും അത് താഴോട്ട് അതിജീവിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നം. ഇപ്പോൾ വയനാട് ഉണ്ടായ പ്രശ്നം അത് എത്രയോ കിലോമീറ്ററുകൾ താണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം വലിയൊരു പ്രശ്നം അവിടെ നിലനിൽക്കുമ്പോൾ പുതിയ ഡാം എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ തമിഴ്നാടിന് വെള്ളം കിട്ടുക എന്നുള്ളതും കൊണ്ട് അപ്പോൾ ഈ രണ്ട് ആശങ്കകളെയും ഫലപ്രദമായി പരിഹരിക്കുക എന്നുള്ളത് ഒരു നിയമനിർമ്മാണത്തിലൂടെ മാത്രം നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ജനങ്ങളുടെ കാര്യത്തിൽ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും അവരെ സംതൃപ്തിപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളല്ല. പിന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ എല്ലാ വർഷവും ഉണ്ടാകുന്ന ഭീതിജനകമായ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രചരണം അത് ജനങ്ങളിൽ വല്ലാത്തൊരു ആശയം. ഇപ്പോൾ ഈ വരുന്ന സമയത്ത് ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നേരത്തെ പുഴയുടെ തീരത്ത് ആളുകൾ വീട് വയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നത്. ഇപ്പോൾ പലർക്കും വീട് വയ്ക്കുന്നത് പുഴയുടെ തീരത്തോ അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശത്തോ വെള്ളം കയറുന്ന പ്രദേശത്തോ വീട് വയ്ക്കാൻ താല്പര്യമില്ലാത്ത ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് താമസം മാറുക, പുതിയ വീട് വെച്ച് പോകുക എന്നുള്ളതാണ്. നമ്മുടെ ഒക്കെ ഇവിടെ പല വീടുകളും അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ആശങ്ക പൊതുവെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആശങ്കയ്ക്ക് പരിഹാരം കാണണമെങ്കിൽ ഒരു നിയമനിർമ്മാണത്തിലൂടെയും ശാശ്വതമായ ഒരു പരിഹാരം ഈ കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ളത്. ജീവന്റെ സുരക്ഷ എന്ന് പറയുന്നത് ഒരു പൗരന്റെ അവകാശമാണ്. അതിന് സെൻട്രൽ ഗവൺമെന്റ് ആയാലും സുപ്രീം കോടതി ആണെങ്കിലും ഇതിന്റെ വിദഗ്ധ സമിതി ആണെങ്കിലും ആ ഒരു ഘടകം പരിശോധിക്കാതെയാണ് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് നമ്മൾ പൊതുവെ കരുതുന്നത്. അത് മാറ്റം ഉണ്ടാവണം. ഈ
സാധാരണഗതിയിൽ മുൻപുണ്ടായ പോലെയല്ല, ഈ പെട്ടെന്നുണ്ടാകുന്ന ഒരു പേടിക്ക് കാരണം ഈ കേരളത്തിലൊരു മാറിയ സാഹചര്യങ്ങളാണല്ലേ ഈ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള. അപ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അടിയന്തരമായി അഡ്രസ്സ് ചെയ്യേണ്ട, പരിഹരിക്കേണ്ട ഒരു വിഷയമായിട്ട് തന്നെയാണോ നിങ്ങൾക്കൊക്കെ? അതെ, അങ്ങനെ തന്നെയാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു പ്രളയം പോലെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു സംവിധാനങ്ങളുണ്ട്. അങ്ങനെ പെട്ടെന്ന് ചെയ്യേണ്ടതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് താഴ്ന്ന പ്രദേശമായതുകൊണ്ടും ജലനിരപ്പ് പെട്ടെന്ന് ഉയരുന്നതുകൊണ്ടും നമുക്ക് ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ട പ്രധാന ആശങ്കകൾ അകറ്റി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. 2018 പ്രളയത്തിന് ശേഷം നമ്മുടെ ഇപ്പോൾ പുഴയിലെ ജലനിരപ്പ് പെട്ടെന്നാണ് ഉയരുന്നത്. കാരണം ആഴം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ആഴം കുറഞ്ഞിട്ടുണ്ട്, ആഴം കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ മൂവാറ്റുപുഴ ആറിന്റെ തീരത്തുള്ളവർ പങ്കുവെക്കുന്ന ആശങ്ക. ഇപ്പൊ ശ്രീത്തിനൊപ്പം അവർ പങ്കുവെക്കുന്നതും അത് തന്നെയാണ്. ഈ